ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പള്ളിയെ പറ്റിയാണ്. അബുദാബിയിലുള്ള ഒരു പള്ളി. അതിൻ്റെ പേര് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് എന്നാണ്. ഇത് വേൾഡിലെ മൂന്നാമത്തെ പള്ളിയാണ്. ഇത്ര വലിപ്പത്തിൻ്റെ കാര്യത്തിൽ മൂന്നാമത്തെ പള്ളിയാണ്. അതേസമയത്ത് UAE ഇത് ഏറ്റവും വലിയ പള്ളിയാണ്, ഫസ്റ്റ്. അപ്പോൾ UAE ആദ്യത്തെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സാഹിബ് എന്നാണ് അദ്ദേഹത്തിനെ എല്ലാവരും സ്നേഹം കൊണ്ട് വിളിച്ചിരുന്നത്. ഷെയ്ഖ് സാഹിബ്. അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്നത് ഈ പള്ളിയിലാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ. അപ്പോൾ നമ്മൾ ഏകദേശം പള്ളിയുടെ അടുത്തടുത്ത് ആ ദൂരെ കാണുന്നതാണ് പള്ളി. അപ്പോൾ നമ്മൾ പള്ളിയുടെ മുമ്പിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാറിൽ വേണമെങ്കിൽ പള്ളിയുടെ അടുത്ത് വരെ പോകാം, നടന്നു പോകാം. പക്ഷേ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് പോലെ താഴിക കുടങ്ങൾ, ചില്ല് കൊട്ടാരം പോലത്തെ താഴിക കുടങ്ങൾ. അപ്പോൾ അതിൽ കൂടെ നമുക്ക് അത് 4 കോർണറിലും, പള്ളിയുടെ 4 കോർണറിലും ഉണ്ട്. അപ്പോൾ ഏതിൽ കൂടെ വേണേലും നമുക്ക് അകത്ത് കിടക്കാം. അപ്പോൾ നമുക്ക് അത് ഫുൾ എയർ കണ്ടീഷൻഡാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വെയിൽ കൊള്ളാതെ പള്ളിയുടെ അടുത്ത് വരെ നടന്നു പോകാം. ഇതിൻ്റെ ഭൂമിയുടെ അടിയിൽ കൂടെ. അപ്പോൾ നമ്മൾ ആ താഴികക്കുടത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്നു. ഈ കാണുന്നതെല്ലാം ഈ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ അവരുണ്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് കിടന്നു. അപ്പോൾ അതിൽ എസ്കലേറ്ററുണ്ട്, 2 സൈഡിൽ എസ്കലേറ്ററുണ്ട്, നടുക്ക് ലിഫ്റ്റുണ്ട്. എന്നിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആ സ്ഥലത്തെത്തും. അണ്ടർഗ്രൗണ്ടിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എസ്കലേറ്ററിൽ കൂടെ താഴത്തോട്ട് പോകാൻ പോവുകയാണ്. ആളുകൾ എസ്കലേറ്ററിൽ കൂടെ താഴെ ഇറങ്ങി വരുന്നു. ഇത് കണ്ടു കഴിഞ്ഞവർ തിരിച്ച് മുകളിലോട്ട് പോവുകയാണ്. മുകളിൽ പോയി ഗ്രൗണ്ട് ലെവലിലെത്തിയിട്ട് അവർ കാറിൽ കയറി പോവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഭൂമിക്കടി കൂടെ പോകുമ്പോൾ കാണുന്ന കടകളാണ്. ഒരത്ഭുതം തന്നെയാണ്. ഇത് മൊത്തം ഭൂമിക്കടിയിലാണ്. ഇന്ത്യക്കാര് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ലോകം മൊത്തം ഇവിടെ നിന്ന് കാണുക. അകത്തോട്ട് കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷേ നമ്മൾ ഒരു ഫോം പൂരിപ്പിച്ച് കൊടുക്കണം. ഫോം പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ QR കോഡ് നമ്മുടെ ഫോണിൽ വരും. അത് പലയിടത്തും നമ്മൾ അവർ ചെക്കിങ്ങിന് ചോദിക്കുമ്പോൾ കാണിക്കേണ്ടി വരും. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതുപോലത്തെ വണ്ടികളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് അതിൽ കയറിപ്പോവാം. അപ്പോൾ ആ പോയ ടൈപ്പ് വണ്ടികൾ, ഈ ടൈപ്പ് വണ്ടികൾ. അപ്പോൾ അത് നമുക്ക് കയറി അതിൽ പോയി കഴിഞ്ഞാൽ ഇത്ര നടക്കണ്ടേ. ഇത് ഓരോ 1.5 കിലോമീറ്ററോളം ഉണ്ട് അടുത്ത എസ്കലേറ്റർ. എൻഡിൽ ഭൂമിക്കടിയിലൂടെ നമ്മൾ പള്ളിയുടെ അടുത്ത് എത്തിയിരിക്കും. ഇനി നമ്മൾ പുറത്തോട്ടിറങ്ങിയ പള്ളി കാണാം. പുറത്തോട്ടിറങ്ങിയാൽ പള്ളി കാണാം.
തൊട്ടടുത്ത് നിന്നൊന്നും ഇതിൻ്റെ ഫുൾ വ്യൂ ഒന്നും കിട്ടത്തില്ല. ആകുന്ന രീതിയിലൊക്കെ ഞാൻ ഫുൾ വ്യൂ എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇച്ചിരി ദൂരെ മാറി നിന്നാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ ചുറ്റിനുമുള്ള ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ടാക്സി. ഒരേ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിക്കാം. എന്നിട്ട് എൻഡിൽ കുറച്ച് ദൂരെ മാറിയെന്ന് ഞാൻ ഒരു ഫുൾ വ്യൂ എടുത്ത് കാണിക്കാം. ഇതാണ് പള്ളിയുടെ അകഭാഗം. ഞാനിത് കഷ്ണമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് കുറേ ദൂരെ പോയിട്ട് എടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വേൾഡിൽ 3rd മോസ്ക് അതിൻ്റെ അകത്ത് കയറി ഒറ്റപ്പെടായിട്ട് എടുക്കണമെന്ന് പറയണത് തന്നെ മണ്ടത്തരം. ഇതൊക്കെ പള്ളിയുടെ ഏറ്റവും അകഭാഗങ്ങളാണ്. ഇനി ഇപ്പം നമ്മൾ പള്ളി ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തോട്ട് പോവാം. ഈ ഒരു കൊച്ചു ക്യാമറ വെച്ച് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. എല്ലാ രാജ്യങ്ങളും ഒത്തുകൂടിയതുപോലെ ഒരു തോന്നൽ. നമ്മൾ ഇനി പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാം അകത്തുള്ള എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ പള്ളി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.